ഘോരവനത്തിനുള്ളിലെ ക്ഷേത്രക്കൊട്ടാരം. ഇന്നിവിടെ വെച്ചാണ് ദേവന്മാരുടെയും രാജാക്കന്മാരുടെയും സഭ കൂടുന്നത്. ഗരുഡവാഹനത്തിലേറിയെത്തുന്ന മഹാവിഷ്ണു ഗരുഡ, ഞാൻ തിരികെ വരുന്നതുവരെ ഇവിടെ നിൽക്കുക. ശരി പ്രഭു, ഞാൻ കാത്തിരിക്കാം. മഹിഷത്തിന്റെ പുറത്തു കയറി വരുന്ന യമരാജാവ് ഈ പക്ഷി ഇവിടെ, ഇതെങ്ങനെ? എനിക്ക് തെറ്റുപറ്റിയോ? ആ യമരാജാവ് നിന്നെ നോക്കി പോയല്ലോ. അപകടം തന്നെ. ഇനി നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല. എന്റെ തലയിൽ കയറിക്കൊള്ളൂ, ഞാൻ നിന്നെ രക്ഷിക്കാം. നമ്മൾ ഹിമാലയത്തിലെത്തി. ഇനി നീ പേടിക്കണ്ട. ഇനി നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. മഹാ അത്ഭുതം തന്നെ. എനിക്ക് തെറ്റിയില്ല. അങ്ങ് എന്താണ് അത്ഭുതത്തോടെ നോക്കുന്നത്? ഞാൻ ആ പക്ഷിയെ ഹിമാലയത്തിൽ എത്തിച്ച് രക്ഷപ്പെടുത്തി. ഹിമാലയത്തിലെ മരപ്പൊത്തിൽ സർപ്പത്തിന് ആഹാരമാവുക എന്നതാണ് ആ പക്ഷിയുടെ വിധി. ഈ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ഈ കുഞ്ചു പക്ഷി അവിടെ എത്തുമെന്ന് അത്ഭുതപ്പെട്ടാണ് ഞാൻ നിന്നത്. വിധിയെ മാറ്റാൻ കഴിയില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ വിധി നിശ്ചയിച്ചതുപോലെ തന്നെ നടക്കുന്നു. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നു, ചിലത് നടക്കാതെ പോകുന്നു. അതിനാൽ വിധിയെ അംഗീകരിച്ച് ധൈര്യത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക.